ഹലോ, ഇന്നൊരു കുഞ്ഞു ഓണം വ്ളോഗായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്തിരി വൈകി ഉറങ്ങുന്നതുകൊണ്ട് മോക്ക് തീരെ ഉറക്കമില്ലല്ലോ, അതുകൊണ്ട് ഞാനും ഉറങ്ങില്ല. വൈകി എണീറ്റേട്ടോ. ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് തന്നെ പൊന്നും നന്ദയും കൂടെ ഇവിടെ വര തുടങ്ങിയിട്ടുണ്ട്. അബി നന്നായിട്ട് വരയ്ക്കും, പക്ഷേ അവൻ എണീറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാഹസികമായ രീതിയിൽ ഗ്ലാസും പാത്രമെല്ലാം വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നന്ദ കുളിക്കാത്തോണ്ട് മുഖം കാണിക്കൂല. സിയ ഒരു ഹായ് പറ. അപ്പോൾ നമുക്ക് ഇത് വരച്ചിട്ട് കാണാവേ. ഞാൻ അപ്പോഴത്തേക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം. ഇത് പൊന്നും നന്ദയും എല്ലാം പൂവെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ചോക്കില്ല. ഇവിടെ ഒന്ന് ചെറിയ ചാറ്റൽ മഴ കേട്ടോ, ഓണമൊക്കെ ആയിട്ട്. +2 പഠിക്കുന്ന കുട്ടിയുള്ള വീടാണ്. ചട്ടം കൊണ്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്താ സ്കെയിലില്ല? സ്കെയിലൊന്നുമില്ല, പഠിക്കാനല്ല പോകുന്നത്, അത് വേറെ കാര്യം. അപ്പം ഇനി ഞാൻ പോയി കുളിച്ച് സെറ്റായി വരാം കേട്ടോ. ഞാനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി വന്നു കേട്ടോ. അബി വന്നിട്ടുണ്ട്. അപ്പം എന്താ ഇവിടെ പൂ സെറ്റായിട്ടുണ്ട്. നന്ദ അപ്പൻ്റെ പോയി, പിന്നെ പൊന്നു ഒറ്റയ്ക്ക് ചെയ്യാം കേട്ടോ. സത്യത്തിൽ ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല കേട്ടോ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗിലും കൂടെ ഈ സാരി തന്നെ ഇടാമെന്ന്. ഓണമല്ലേ, പിന്നെ ഇങ്ങനെ തന്നെ നോക്കാം. പക്ഷെ ഇങ്ങനെ നിന്നാൽ കുട്ടിയെ നോക്കാൻ പറ്റില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം വണ്ടി ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പോയി മോളെ ഉറക്കി വരുമ്പോഴത്തേക്ക് ഇവിടെ പൂവൊക്കെ ഇട്ട് എല്ലാവരും പോകട്ടോ. അവരാരും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല. ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ പൂ കാണിച്ചു തരാം, ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം. ഇങ്ങനെ കേട്ടോ വരുന്നത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു തട്ടിക്കൂട്ട് പൂവൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഇതിൽ കിട്ടിയില്ലേ, എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇന്നിവിടെ ഓണമായിട്ട് ഒന്നും കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. സാധാ ചോറും കറിയും, പിന്നെ പൊന്ന് ചിലപ്പോൾ നെയ്ച്ചോറുണ്ടാക്കും. സദ്യയാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ അങ്ങനെ ഉണ്ടാക്കാൻ ആളില്ലാത്തതുകൊണ്ട് നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കും. ആ സിമ്മായി ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറുന്ന സിയ ഇങ്ങോട്ട് നോക്ക്. ഇതെന്താ ഫ്രിഡ്ജ് മറിഞ്ഞിട്ട് മേത്ത് പോയിട്ടോ. അതെടുക്കാനാ? എൻ്റെതല്ലത്. അച്ചാച്ച ഒന്ന് എനക്കൊന്ന് എനിക്കും കൂടെ തന്നല്ലേ, ഒന്ന് എനിക്കതാ പൊട്ടി തരാ. അമ്മയും പൊന്നും കുക്കിങ്ങിലാട്ടാ. മീൻ പൊരിക്കുന്നുണ്ട്. ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാന്ന് തോന്നുന്നു. തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പൊന്നു ചായ കുടിച്ചില്ലല്ലോ, പൊന്നുള്ള ചായ കേട്ടോ. ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി സാരിയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കുട്ടീനൊക്കെ എടുക്കാൻ. സാമമ്മ കറിയും ഇതെല്ലാം കൊണ്ടുവന്നതാണ്. അവൾ കിട്ടിയില്ല. അമ്മേ പച്ചടിയും മീൻ കറിയും. അല്ല, ഇത് താമമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന പച്ചടിയും മീൻ കറിയും. ഇവിടെ പൊന്നൊരു പച്ചക്കറി ഉണ്ടാക്കി ഇറച്ചിക്കറിയോ. ഇനി നന്ദേനവിടെ പോയിട്ട് ഉപ്പേരിയും പപ്പടം എടുത്തോണ്ട് എന്നാ ഫുള്ളായി. പച്ചടി വേണ്ട. അത് പറയുന്നത് അമ്മ വേട്ടാ. അങ്ങനെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് പൂട്ട് കഴിയുമ്പോഴത്തേക്ക് കുറേ സമയം വൈകി. അതുകൊണ്ട് നെയ്ച്ചോറ് വെച്ചില്ല, സാധാ ചോറുണ്ടാക്കി. നെയ്ച്ചോറ് ഇനി വേറൊരു ദിവസം വെക്കാം. സാധനമൊക്കെ വാങ്ങിയതല്ലേ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ ഇതൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചിരിക്കുകയാണ്. ഓണമായിട്ട് ഒരുങ്ങുന്ന സിയമോൾ ഇന്ന് സിയമോൾ അച്ഛൻ്റെ വീട്ടിൽ പോവാട്ടാ. നന്ദേൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോവാണ്. ഓണമായി ചിക്കനും പത്തലും തട്ടുന്ന അബി. മോളെ എണ്ണ തേച്ചിടുന്ന കേട്ടോ, ഡ്രസ്സിനകത്തോണ്ട് കാണിക്കുന്നില്ല. ഇങ്ങോട്ടൊക്കെ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഫോട്ടോ എടുക്കുന്ന അല്ല കരയെന്നാ പോവേ. കൊടുക്കുന്നില്ല.
പൊന്നൂന്റെ ആപ്പന്റെ മോനോ സിയെ പോന്നാ നോക്ക ഓടിഞ്ഞാണ്ട് പോന്നവള്. ഇപ്പൊ അബി നന്ദ എല്ലാരും പോയി വന്നു കേട്ടോ. പൊന്നൊന്നുമില്ല ഇവിടെ അപ്പുറത്താട്ടാ. ആപ്പി ഉണ്ട് തിരുമ്പുന്നേ. നന്ദ തിരിച്ചു വന്നു. ഭയങ്കര ശോകം അടിച്ചിരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു സന്തോഷം. പിന്നെ ഓണപ്പെട്ടൻ, നിങ്ങൾ അങ്ങോട്ട് ഇവിടെ മലബാർ ഭാഗത്തൊക്കെ ഓണപ്പെട്ടൻ എന്നാട്ടോ പറയാം. അപ്പോൾ അത് വരുമ്പോൾ കാണിച്ചു തരാം. അബി കൂട്ടാൻ പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാണ്ട് പോകാൻ നോക്കിയത്. അപ്പോൾ അബി കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അബി കൂട്ടി വന്നിട്ട് കാണാവേ. ഫോട്ടോ എടുക്കണ്ടേ? അങ്ങോട്ട് തന്നെ മുന്നിലോട്ട് അങ്ങനെ ഓണമെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇട്ട പൂവ് മൊത്തം വാരിയിട്ട് ഒഴുക്കാൻ പോകണം. ഒഴുക്കാൻ അബിയാട്ടോ പോകാൻ. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അബി പോയിട്ട് ഒരുക്കും. അത്രയും കഷ്ടപ്പെട്ട് ഇട്ട സംഭവം ഇനി മൊത്തം വാരി എടുക്കാൻ പോവാണ്. പൊന്നു കഷ്ടപ്പെട്ട് ഇട്ടത് ഞാൻ ഒറ്റ വാരം എടുക്കാൻ പോവാണേ. അമ്മ സുഭാരത്തെ കൊണ്ട് ചെറുമ്പുണ്ടട്ടാ. ചെറുമ്പുണ്ടേ. ബാക്കി അമ്മ വരുന്നു. എടാ കുഞ്ഞനെടുക്കുന്നതാ. ബാക്കി അമ്മ വരും കേട്ടാ. ബാക്കി എന്റെ അരിയൻ വരും. അമ്മേ പൂക്കൾ ഇനിയെല്ലാം ഉണ്ടാവുന്നു. എന്താ വിഞ്ഞു പറഞ്ഞേ? പെർമനന്റ് ആയി. ഇത് മറ്റേ സ്കെച്ച് എന്നോട് വരച്ചിട്ട് പോകുന്നില്ല. സിയ ഉണ്ടെങ്കിൽ ഫുള്ള് വാരിനും പാവല്ലേ. സിയക്ക് അങ്ങ് പൂക്കളുണ്ട്. പൂട്ടിട്ടുണ്ട് സിയ. കടന്നു വാരേക്ക് നല്ല രസമുണ്ടാവില്ലേ? തോട്ടം ഇങ്ങനെ ഒഴുകി പോന്നാണ്. അപ്പൊ ശരി, ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ.